എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. അപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് 13 സ്റ്റെനോഗ്രാഫർ ടൈപ്പിസ്റ്റ് ഒരു പരീക്ഷ നടന്നിരുന്നു അല്ലെ? അപ്പൊ ആ പരീക്ഷയുടെ ഫൈനൽ കീ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഫൈനൽ കീ വന്നു കഴിഞ്ഞപ്പോൾ ആ ആൻസർ കീയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എല്ലാവരും കാണുക. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന്. 4 ക്വസ്റ്റ്യൻസ് ആണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 4 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് മാറ്റിയിട്ടുണ്ട്. പ്രൊവിഷണൽ കീയിൽ നിന്ന് ഫൈനൽ കീയിലേക്ക് കുറച്ച് മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കോഡ് എനെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. അവിടെ മാറ്റമുള്ള ചോദ്യങ്ങൾ, അതായത് ക്യാൻസൽ ചെയ്തതും മാറ്റമുള്ളതും ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ക്യാൻസൽ ചെയ്ത ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അപ്പൊ ഇവിടെ കോഡ് എ പ്രകാരം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 108/2024 മലയാളം മീഡിയം ആണ്. അതില് 9ാമത്തെ ചോദ്യം, ദ ടൗൺ ലൊക്കേറ്റഡ് ഓൺ ദ കോൺഫ്ലുവൻസ് ഓഫ് റിവർ ഭാഗീരഥി ആൻഡ് അളകനന്ദ ഈസ്. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൽ ഉത്തരം ഇല്ലാത്തത് കൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ GK ടോപ്പിക്കില് 20 മാർക്കിന്റെ GK എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നത് 35ാമത്തെ ചോദ്യമാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. വാട്ട് ഈസ് എ ഡിഫോൾട്ട് ഫയൽ നെയിം ഓഫ് മൈക്രോസോഫ്റ്റ് എക്സൽ ഫയൽ? എക്സൽ ഫയലിന് ഏതാണ് ഡിഫോൾട്ട് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വർക്ക് ബുക്ക്, വർക്ക്ഷീറ്റ്, വർക്ക് ബുക്ക് 1, വർക്ക്ഷീറ്റ് 1, അതിന്റെ എക്സ്റ്റൻഷൻസും തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതാണ്? അപ്പൊ അതാണ് ഒരെണ്ണം ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. അടുത്തത് 38ാമത്തെ, when a range is selected, how can you activate the previous cell? കണ്ടോ, റേഞ്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് സെൽ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യാന്നാണ് ആയിരുന്നു ചോദ്യം. അതും കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്കറിയാം 40 മാർക്കിനാണ് കമ്പ്യൂട്ടർ ചോദിക്കുന്നത് അല്ലെ? അപ്പൊ ആ ഭാഗത്ത് നിന്നുള്ള അടുത്ത ചോദ്യമാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 2 ചോദ്യം ഡിലീറ്റ് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടർ ഭാഗത്തു നിന്നും, അതുപോലെ ഒരെണ്ണം GK ടോപ്പിക്കിൽ നിന്നുമാണ്. അടുത്തത് മലയാളത്തിൽ നിന്നാണ് 93ാമത്തെ ചോദ്യം. അപ്പൊ ശ്രദ്ധിക്കണം, ഇത് കോഡ് എ ആണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, കോഡ് ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 80 മുതൽ 100 വരെയാണ്, അതായത് 81 മുതൽ 100 വരെയാണ് മലയാളം അല്ലെ? 20 മാർക്കിനാണ്. അതിൽ 93ാമത്തെ മലയാള ചോദ്യം, ശബ്ദം എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? അപ്പൊ ഇതുമാണ് എന്ത് ചോദിച്ചിരിക്കുന്ന, ക്യാൻസൽ ചെയ്തിരിക്കുന്ന ചോദ്യത്തില് ഉൾപ്പെട്ടിരിക്കുന്നത്. 93ാമത്തെ ശബ്ദം എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത്. ഓക്കെ, അപ്പോ ഇത്രയും 4 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 96 മാർക്കിലാണ് ഇപ്പൊ വാല്യുവേഷൻ നടക്കാൻ പോകുന്നത്. 96-ലായിരിക്കും. അപ്പോൾ സ്റ്റെനോഗ്രാഫർ, ടൈപ്പിസ്റ്റ്, അങ്ങനെ കുറെ പോസ്റ്റുകളിലേക്ക് ഒരുമിച്ചായിരുന്നു പരീക്ഷ ഉണ്ടായിരുന്നത്. അപ്പൊ മലയാളം മീഡിയത്തിന്റെ ആണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഇനി നോക്കാനുള്ളത് ആൻസർ മാറ്റം വന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ മലയാളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ 94ാമത്തെ ശരിയായ പദം ഏത്? ഇത് എ ആണ് ആൻസർ ആക്കിയിട്ട് മാറ്റിയിരിക്കുന്നത്. എ ആണ് ഫൈനൽ കീയിൽ വരുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ എ ദൃഢം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ അതൊരു മാറ്റം. പിന്നെയും ഒരു മാറ്റം വന്നിരിക്കുന്നത് മലയാളത്തിൽ തന്നെയാണ്. 84ാമത്തെ ചോദ്യം, 84, ആര് ദുഷ്പ്രവൃത്തി ചെയ്യുന്നുവോ അവൻ ദൈവശിക്ഷ അനുഭവിക്കും. ഇതിലെ ആംഗിവാക്യം ഏത്? ആൻസർ വരുന്നത് മാറ്റി കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. അവൻ ദൈവശിക്ഷ അനുഭവിക്കും. ഡി ആണ്, ഓപ്ഷൻ ഡി ആണ് ഉത്തരമാക്കി മാറ്റിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് 2 ചോദ്യങ്ങളും ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഭാഗത്ത് നിന്നാണ്. മനസ്സിലായോ? അപ്പൊ ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പൊ അതില് ആ 10 മാർക്കിലെ 2 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്, അതായത് വേറെ ഉത്തരം വന്നിരിക്കുന്നത്. കറക്ഷൻ അടുത്തത് വന്നിരിക്കുന്നത് 56ഉം 57ഉമാണ്. 56ാമത്തെ നമുക്ക് നോക്കാം. ഫ്രം ദ ബിലോ ഗിവൺ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഓപ്ഷൻസ് ആർ ട്രൂ? The machine is at rest, the loose dog is in action. അപ്പൊ ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട് റോക്കർ മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതില് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ 57ാമത്തെ ചോദ്യം, the ribbon starts to move from one spool to another spool automatically is known as. എന്താണ്?
അപ്പോൾ ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ചോദ്യം ആൻസർ മാറ്റി കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്, ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ്. ഓട്ടോമാറ്റിക് റിവേഴ്സ് മൂവ്മെന്റ് ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾക്കാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ 4 ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടും ഉണ്ട്. ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ആണ്. ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു പരീക്ഷ ഉണ്ടാവുക. ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം അത് വിളിച്ചത്. അപ്പോൾ അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഏകദേശം ഒരു 1.5 കൊല്ലത്തിലധികമായി. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അതും ഇതുപോലെ തന്നെ 10th ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ KGTE ക്വാളിഫിക്കേഷൻ മാത്രം വരുന്ന ഒരു പോസ്റ്റ് ആയിരിക്കും. ചില പോസ്റ്റുകളൊക്കെ നമുക്ക് DCA ക്വാളിഫൈഡ് ആയിട്ടുള്ള പോസ്റ്റുകളൊക്കെ വിളിച്ചിരുന്നു. ഇപ്പൊ അതല്ല, ഇത് 10th ക്വാളിഫിക്കേഷനും പ്ലസ് KGTE വരുന്നത്, ലോവറും ഹയറും, അതായത് മലയാളത്തിന് ലോവറും ഇംഗ്ലീഷിന് ഹയറുമായിട്ട് വരുന്ന ഒരു വേക്കൻസി ആയിരിക്കും ഇനി റിപ്പോർട്ട് ചെയ്യാൻ സാധ്യത. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ആ ഒരു പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ ആണ് ഇനി വേണ്ടത്. അപ്പൊ നമുക്ക് ഓൾറെഡി സിലബസ് ഒക്കെ അറിയാം അല്ലെ. 20 മാർക്ക് മലയാളം, 20 മാർക്ക് ഇംഗ്ലീഷ്, അതുപോലെ 10 മാർക്ക് ടൈപ്പ് റൈറ്റിംഗ്, 10 GK, 40 മാർക്ക് കമ്പ്യൂട്ടർ. അപ്പൊ ഇത്രയും മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നെ പഠിച്ചു തുടങ്ങണം. അവിടെ മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ റാങ്കിൽ നല്ല മുന്നിലെത്താനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഈ ഒരു ബാച്ചിലേക്കുള്ള പുതിയ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ലോങ് ബാച്ച് ആണ്. പുതിയ നോട്ടിഫിക്കേഷൻ ഈ ഒരു വർഷം അവസാനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ബാച്ച് ആണ്. നിങ്ങൾ ജോയിൻ ചെയ്യുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ കുറച്ച് പേർക്കൊക്കെ ബുദ്ധിമുട്ടായി എന്ന് പറയുന്നത് അവസാന വട്ടത്തേക്ക് പഠിക്കാൻ നിൽക്കുമ്പോഴാണ്. കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരുമ്പോഴാണ് നമ്മൾ മറന്നു പോകുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇപ്പോഴേ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് ലിബിത, ശ്രുതി ഇവരെ പോലെയൊക്കെ തന്നെ നല്ല റാങ്കിൽ എത്താനായിട്ട് പറ്റും. ലിബിത ഇപ്പൊ സർവീസിൽ കയറി, കഴിഞ്ഞ ആഴ്ച സർവീസിൽ കയറി. ഓണത്തിന് മുൻപായിട്ട് ആ കുട്ടിക്ക് ഒരു ഓണ സമ്മാനം പോലെ തന്നെയായിരുന്നു അത്. അപ്പൊ ഇതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ നല്ല ഇടം പിടിക്കണമെങ്കിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് പോകുന്നുള്ളൂ. ഞങ്ങളുടെ ക്ലാസ്സുമായിട്ട് റെഡിയാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8590202323 ആണ് നമ്പർ. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് പറ്റും. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരും ഉണ്ടാവും ഇതുപോലെ ഈ ഒരു കോഴ്സൊക്കെ പഠിച്ച് ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, നല്ലൊരു PSC അവസരം വരുന്നുണ്ട്. അപ്പോൾ ആ അവസരത്തിൽ കൃത്യമായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ അവരെ സഹായിക്കുകയും ചെയ്യുക. കോമ്പറ്റേറ്റീവ് ക്രാക്കർ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.